എല്ലാവർക്കും നമസ്കാരം. ശ്രീ ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാലിലുള്ള ബ്രയാൻ പാർക്കിൽ നിന്നുള്ള 61ാമത് ഫ്ലവർ ഷോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാലിലുള്ള ബ്രയാൻ പാർക്കിലാണ്. അനേകം വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവർ പ്ലാന്റുകളും എല്ലാം ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ഥിരമായിട്ടുള്ള റോസസും അങ്ങനെയുള്ള ചെടികളെല്ലാം അവിടെ സ്ഥിരമായിട്ടുണ്ട് ഉള്ളത് തന്നെ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവറുകൾ ആവശ്യം പോലെ ഇതിനകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഒരു എക്സിബിഷൻ എങ്ങനെ നടത്തണം എന്നുള്ള രീതിയിൽ ഇവിടെ തന്നെ കണ്ടുപഠിക്കണം എന്നുള്ള രീതിയാണ്. നമ്മളിവിടെയൊക്കെ നാച്ചുറലായിട്ട് കൊണ്ടുവച്ചാൽ അവർ ചട്ടിയിലെ കൊണ്ടുവച്ചു. പക്ഷേ അവിടെ അങ്ങനെയല്ല, അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. തറയിൽ തന്നെ അവർ ചെടികൾ നട്ടു വളർത്തി ഓരോ റോസ് കാണുന്ന എന്ത് രസമെന്നറിയാതെ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം. അതേപോലെയുള്ള ഗ്രൗണ്ടിലുള്ള കാഴ്ചകളും കുറേ ഉണ്ട്. എക്സിബിഷൻ്റെ ഒരു വലിയൊരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിനകത്ത് സ്റ്റോളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ശരിക്കും ചെടികളും അതേപോലെ വിത്തുകൾ, തൈകൾ, ഡിഫറെൻ്റ് മോഡലുള്ള ഫ്ലവറുകളെല്ലാം ഈ പാർക്കിലുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവരെയും ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക. കമൻറ്റ്, ലൈക്കും ഷെയറും ചെയ്യുക. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത് സെക്കുലൻ പ്ലാന്റ് എന്ന് പറയും. എൻ്റെ ഗാർഡൻ നഴ്സറിയിൽ കുറേ ഉള്ളതായിരുന്നു നേരത്തെ. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങാത്തതുകൊണ്ട് ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തായിരുന്നത്. എനിക്കൊരു ഗാർഡൻ നഴ്സറി ഉണ്ടായിരുന്നു, അന്വേഷണ നഴ്സറി ഗാർഡൻ. അതിൻ്റെ കുറേ ഭാഗങ്ങൾ തന്നെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം സെക്കുലൻ എന്നുള്ള ഒരു പ്ലാന്റാണ്. അതിനെ കാക്ടസ് ഒക്കെ വേറെ സ്ഥലത്തായിരിക്കുന്നത്. ആ റൂമിൽ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടില്ല. സെക്കുലാൻ്റെ കുറേ വെറൈറ്റിയാണിത്. അതിൻ്റെ കൂടെ ഉണ്ടല്ലേ, ഇതെല്ലാം സെക്കുലൻ പ്ലാന്റാണ്. നല്ല വിലയുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പം ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് കുഴിപ്പള്ളത്താണ്. കുഴിപ്പള്ളത്ത് പോയി കഴിഞ്ഞാൽ കുഴിപ്പള്ളം നഴ്സറി ഗാർഡൻ ഉണ്ട് അവിടെ തിരുവനന്തപുരത്ത്. അവിടെ വന്നു കഴിഞ്ഞാൽ സെക്കുലൻ പ്ലാന്റിൻ്റെ വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇത് നമ്മൾ എടുത്തുകൊണ്ടുവന്ന കോഴിയാണ്. കോഴിയുടെ ഫ്ലവറൊക്കെ കുറച്ച് മഴയുടെ ഇതിൽ വാടി തുടങ്ങിയപ്പോൾ അവർ റീക്രിയേറ്റ് ചെയ്യുന്നതാണ് പരിപാടി. എൻ്റെ പേരിൽ ഫുള്ള് റീക്രിയേറ്റ് ചെയ്യുന്നു. ഇതും സെക്കുലാൻഡ് തന്നെയാണ്. വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. കുറച്ച് പേരുകൾ വ്യത്യാസം വരാം. എൻ്റെ അതിന് കറക്റ്റ് എനിക്കും പേര് വലിച്ചിട്ടല്ലെങ്കിലും അറിയാന്നുള്ള പേരൊക്കെ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഒരു വീണ ഫ്ലവറിൽ ചെയ്തിരിക്കുന്നതാണ്. കോഴിയുടെ മറു സൈഡാണ്.
അപ്പോൾ നല്ല തിരക്കായിട്ട് ഇറങ്ങി. ഇവിടെ നേരത്തെ നല്ല തിരക്കായി ഫോട്ടോ എടുക്കാനും ഓരോ സ്ഥലത്തും ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ നല്ലതുപോലെ എല്ലാവരുടെയും എക്സിബിഷന്റെ കൗണ്ടറുകളാണ്. അതിലൊക്കെ ഓരോന്നും അഗ്രികൾച്ചറുകളുണ്ട്, അല്ലാത്ത ഫുഡ് മേള, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതലും കാണുന്നത് ഫുഡിന്റെ തന്നെയാണ്. ഇവിടുത്തെ വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ആ സൈഡിലുണ്ട്. പക്ഷേ എല്ലാം ചോളമാണെന്നേ ഉള്ളൂ, വേറെ ഒന്നുമല്ല വെറൈറ്റി ഫുഡ്. ചോളം, കപ്പലണ്ടി അവിച്ചത്, കടല, ഇതൊക്കെ തന്നെയാണ് അവിടെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഇവിടുന്ന് 7 ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലവർ ഷോ ആണിത്. അതിൽ ഫ്ലവറുകളൊക്കെ ഏകദേശം കുറച്ച് വാടിയൊക്കെ തുടങ്ങിയെങ്കിലും കുഴപ്പമില്ല. ജനങ്ങളുടെ ഒരു റെസ്പോൺസ് നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ആളുണ്ട് കാണാനായിട്ട്. ഇത് ഇവിടുത്തെ വെറൈറ്റി ഫ്ലവറുകളാണ്. അതെല്ലാം പ്ലാന്റ് ചെയ്ത്, ഫ്ലവർ മാത്രം, ചെടികളില്ല, ഫ്ലവർ മാത്രമാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. സ്ഥിരം നമ്മൾ കാണുന്ന അല്ലാതെ കുറേ ഫ്ലവറുകളും ഇതിനകത്ത് അവർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ഒരു വെറൈറ്റി അല്ലേ കാണാൻ തന്നെ. ജമന്തിയുടെ പല വെറൈറ്റിയാണ് ഇതെല്ലാം. കണ്ടില്ലേ, നമ്മൾ തിരുവനന്തപുരത്ത് കാണാത്ത ഫ്ലവർ പ്ലാന്റുകൾ മിക്കതും, കേരളത്തിൽ കാണാത്ത ഫ്ലവർ പ്ലാന്റുകൾ കംപ്ലീറ്റ് ഇവിടെയുണ്ട്. അതിൽ പച്ചയാണ്, ജമന്തിയാണിത്. കാണാൻ തന്നെ എന്ത് രസം നോക്കിയത്. അത് ഇത് ഹൈഡ്രാഞ്ചിയ എന്നുള്ള ചെടിയാണ്. അതിൻ്റെ നീല, വെള്ളയുണ്ട്, അതേപോലെ മഞ്ഞ ലൈറ്റ് കളറൊക്കെ ഉള്ളു. റോസ്, കുറേ വെറൈറ്റി കളറുകൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് ബേർഡ് ഓഫ് പാരഡൈസ് എന്നാണ്. അതിൻ്റെ ചെടികൾ പ്രത്യേകിച്ച് നമ്മൾ തത്തമ്മയുടെയൊക്കെ ഒരു ചുണ്ടിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് അതിൽ. അതിനായിരിക്കും അതിനെ പേര് എൻ്റെ അടുത്ത് മാത്രമത്. ബേർഡ്സ് ഓഫ് പാരഡൈസ് എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇത് ലില്ലിയുടെ ഒരു വെറൈറ്റിയാണ് ഫ്ലവർ. നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. പക്ഷേ ഞങ്ങളിതിൻ്റെ പ്ലാന്റ് നേരത്തെ മൂന്നാർ പോയിട്ട് വന്നപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരുന്നു, പക്ഷേ അത് അങ്ങോട്ട് പിടിച്ചില്ല അവിടെ. ഇതെല്ലാം ജെർബറയുടെ വെറൈറ്റികളാണ്. ജെർബറയുടെ ഡിഫറെൻ്റ് കളറുകളെല്ലാം ഉണ്ട് ഇതിൽ. ഉണ്ടല്ലോ, എല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുക അവിടെ. ഇത് കാർണേഷൻ എന്നുള്ളൊരു ഫ്ലവറിൻ്റെ കംപ്ലീറ്റ് വെറൈറ്റികളാണ്. നമ്മൾ ഇത് കേരളത്തിൽ പൂ കിട്ടാൻ ഭയങ്കര പാടാണിത്. നമുക്ക് പ്ലാന്റ്സ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. ഇടയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൂട്ടുകാരൊക്കെ ഇതിൻ്റെ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രത്തോളം സക്സസ് ആയി വരുമെന്നുള്ളത് അറിയില്ല. കൂടുതലും മഞ്ഞ് ഉള്ള സ്ഥലങ്ങളിലാണ്, വയനാട് പോലുള്ള സ്ഥലങ്ങൾ, ഇവിടെ ഊട്ടി, കൊടൈക്കനാൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ പ്ലാന്റ്സ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതാണ് എൻ്റെ പേര്. എൻ്റെ സ്പ്രേ കാർണേഷൻ എന്നാണ് എൻ്റെ പേര് വന്നത്. ഇത് നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള റോസസുകളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ഫ്ലവറാണ് ഇത്, പ്ലാസ്റ്റിക്കോ ഒന്നുമല്ല, സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലവർ തന്നെയാണ്. റോസ്, അങ്ങനെയുള്ള കുറേ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. റോസ് ഹോട്ട് പിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി തന്നെയാണിത്. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഹെലിക്കോണിയ എന്നുള്ള ഒരു വിഭാഗത്തിലുണ്ട്. ഹെലിക്കോണിയുടെ കുറേ വെറൈറ്റി ഉണ്ട്. അതിൽ കുറേ മോഡൽ നമ്മൾ അവിടെ കിട്ടാത്തത് വരെ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ഇത് ഹെലിക്കോണിയ, നമ്മുടെ ഈ കാണുന്നില്ല, ഇതെല്ലാം ഹെലിക്കോണിയുടെ വർഗത്തിലുള്ളതാണ് ഇതെല്ലാം. പിന്നെ ഈ കാണുന്ന ഫ്ലവർ ഉണ്ടല്ലോ, ഇത് ടോർച്ച് ജിഞ്ചർ എന്ന് നമ്മളവിടെ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ലീഫ് അതല്ല, ഫ്ലവർ മാത്രമേ അവർ ചെയ്തിട്ടുള്ളതിനകത്ത്. ടോർച്ച് ജിഞ്ചറിൻ്റെ ഫ്ലവറാണത്. അടുത്തത് ഗ്ലാഡിയോലസ് ആണ്. ഗ്ലാഡിയോലസ് എന്നുള്ളൊരു ഫ്ലവർ. അതിൻ്റെ നമ്മൾ ബൊക്കെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കേരളത്തിൽ ഇത് ഫ്ലവറിങ് ആവുന്നുണ്ട്. ഇപ്പോൾ കുറേ സ്ഥലത്തൊക്കെ ഫ്ലവറിങ് ആവുന്നുണ്ട്. ഒരുവിധം നല്ല രീതിയിൽ ഫ്ലവറിങ് തന്നെ കിട്ടുന്നുണ്ട്. ഈ ലില്ലിയുടെ ഒരു വേറെ വെറൈറ്റിയാണ് കേട്ടോ. അത് നമ്മുടെ അവിടെ നിന്ന് ഇത് പൂക്കില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ പൂക്കില്ല ആണ്. അവിടെ ട്യൂബ് റോസ് എന്നുള്ള ഒരു ഫ്ലവറാണിത്. അതെ, ഇതൊക്കെ നമ്മളവിടെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ എത്രത്തോളം സക്സസ് ആവുന്നു എന്നറിയില്ല. കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എസ്റ്റോമ എന്നുള്ളൊരു ഫ്ലവറാണിത്. എൻ്റെ പ്ലാന്റ്സ് അല്ല, എല്ലാം ഫ്ലവറിങ് ആണ് സെറ്റ് ചെയ്ത്, ഫ്ലവറാണ് സെറ്റ് ചെയ്തിരിക്കുന്നതല്ല. കാണാൻ തന്നെ ഒരു ഐശ്വര്യമില്ല, നല്ല ലുക്കിംഗ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. എല്ലാം യഥാർത്ഥ ഫ്ലവർ തന്നെയാണ് ഇത്രയും കൊടുത്തിട്ടുണ്ട്. അതിനെ ഇത് ലില്ലി തന്നെ, ലില്ലി വിഭാഗത്തിലുള്ള ഫ്ലവറാണ് ഇത് കുറേയൊക്കെ. ഇത് അടുത്തത് ഏഷ്യാറ്റിക് ലില്ലി എന്നാണ് അതിന്റെ പേര് പറ്റിക്കുന്നത്. അവര് കുറെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. ഇത് തുലിപ്സ് എന്നുള്ള കലയപ്പുറത്തോ. അടുത്തതെല്ലാം ഓർക്കിഡ് ഫ്ലവറാണ്, ഓർക്കിഡ് വിഭാഗത്തിലുള്ള ഫ്ലവറുകളാണ്. എല്ലാം വെറൈറ്റി ഫ്ലവറുകളാണ് ഓർക്കിഡിന്റെ, കുറേ വെച്ചിട്ടുണ്ട്. അടുത്തിന് ആന്തൂറിയാണ്, ആന്തൂറിയത്തിന്റെ. ഇതെല്ലാം ഓർക്കിഡിന്റെ നല്ല മോഡൽ ഫ്ലവർ. ദിവസങ്ങളോളം ഇരിക്കുന്ന, വൺ ഡേ ഫ്ലവർ അല്ല, കൂടുതൽ ദിവസങ്ങളിൽ ഇരിക്കുന്ന ഫ്ലവറുകളാണ് ഇതെല്ലാം. ഇതെല്ലാം ആന്തൂറിയം, ആന്തൂര്യത്തിന്റെ വെറൈറ്റി ഫ്ലവറുകളാണ്. പിന്നെ അതിനകത്ത് രണ്ടുപേരിക്കുന്നുണ്ട്, അത് ഫ്ലവറല്ല, അപ്പത്തെ അവർ നോക്കുന്ന ചേച്ചിമാരാണ്. ഇത് കെയിൽ എന്നുള്ള ഒരു ചെടിയാണ്. അതിന്റെ ചെടിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മൾ വേറെ ഫ്ലവറായിട്ട് എടുക്കുന്നതല്ല, കെയിലാണിത്.
എൻ്റെ അവിടെ ഗാർഡൻ നഴ്സറിയിൽ ഉണ്ടായിരുന്നതാണ് നേരത്തെ. ഇതിന്റെ ഒരു വെറൈറ്റി കളർ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ഫ്ലവറായിട്ട് നിൽക്കുള്ളൂ. ഇതിന്റെ കവാടത്തില് ചെടിച്ചട്ടിയിൽ അവർ നിൽക്കുന്നതാണ്, അത് സെറ്റ് ചെയ്തിരിക്കുന്നത് കയ്യിൽ. ഇത് കറിക്ക് വേണ്ടി എടുക്കുമെന്ന് എനിക്കറിയില്ല. കയ്യിൽ കറിക്ക് എടുക്കുന്ന കയ്യിലും ഉണ്ട് അത്. ഇത് അങ്ങനെ ഫ്ലവറിങ് ആയിട്ട് നിർത്തിക്കുന്ന ടൈപ്പാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണിത്. ഇത് നമ്മുടെ നഴ്സറിയിൽ ഉണ്ടായിരുന്ന ചെടികളാണ് ഇതെല്ലാം. ഇപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ആമ്പൽ താമര കുളമാണ്. ഇതെല്ലാം നമ്മുടെ ബ്രയാൻ പാർക്കിലാണ്. അതുപോലെ തന്നെ ഇവിടെ ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കാണാം. കണ്ടില്ലേ, മഞ്ഞ് കൊണ്ട് നിറയുന്നതാണ്. അതിന്റെ അപ്പുറത്തുള്ള ഒരു പാർക്കിലാണ്. തൊട്ട് മുൻപിലുള്ള ഗേറ്റ് തന്നെയാണ് കൊക്കോസ് പാർക്ക് എന്നുള്ളത്. അതിന്റെ അവിടെ വരുന്ന മഞ്ഞിന്റെ വ്യൂ ആണ് കാണുന്നത്. ഫുൾ മഞ്ഞ കൊണ്ട് നിറഞ്ഞു തുടങ്ങി അവിടെ. ഗോൾഡൻ സൈപ്രസ് കൊണ്ടാണ് ഇതിനിങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ സൈപ്രസ് ഒരു സൈഡ് ഫ്ലവറും ഉണ്ട്. ഇത് സ്ഥിരമായിട്ട് ഇവിടെ നട്ടിരിക്കുന്ന റോസസാണ്. റോസസിന്റെ എല്ലാ പ്ലാന്റ്സും ഇവിടെ തന്നെ നട്ടിരിക്കുന്നത്. ഏകദേശം 61ാമത് ഫ്ലവർ ഷോയാണ് ഇപ്പോൾ ഈ ബ്രയാൻ പാർക്ക് നടക്കുന്നത്. ഇത് 7 ദിവസമായി. ഞങ്ങൾ വന്നതിന് 7 ദിവസമായി. എല്ലാ പ്ലാന്റ്സും ഇവിടെ അവർ നട്ടിട്ടുണ്ട്. അവര് വെറൈറ്റി പ്ലാന്റുകളാണ്. എല്ലാം കൂടുതൽ അടുക്കുള്ളതാണ്. ഇതാണ് ഡാലിയുടെ യെല്ലോ കളർ മാത്രം. ഇത് ഡാലിയ അടുക്ക് പ്ലാന്റ്. ഇത് ഇവിടുത്തെ കുതിരസവാരിയുടെ അതിനുവേണ്ടി നിർമ്മിക്കുന്നതാണ്. ആവശ്യക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുതിരസവാരി നടത്താവുന്നതാണ്. അവിടെ മഴയാണെങ്കിലും പ്രോബ്ലമില്ല, കുതിരസവാരി നടത്താം. ഈ കുതിരസവാരി നടത്തുന്നതിനുള്ള റേറ്റാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓരോന്നിനും ഓരോ ബൈസിക്കിലാണ്. മിനി റൗണ്ട്, ക്വാർട്ടർ റൗണ്ട്, അങ്ങനെ ഓരോ ഓഫ് റൗണ്ട് എന്നുണ്ടെങ്കിൽ ഹാഫ് ഓഫ് റൗണ്ട്, 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ ഇതിലുണ്ട്. ഇത് ബ്രയാൻ പാർക്കിന് ഫ്രണ്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന കാഴ്ചകളാണ്. കാണാൻ വെക്കുള്ള പാർക്ക്. സ്റ്റൈലായിട്ടുള്ള കുതിരകളാണ് നിൽക്കുന്നതല്ല. ഇവിടുത്തെ ലേക്ക് പോയിന്റ് ആണ്. ലേക്ക് പോയിന്റിലെ കാഴ്ചകളാണ്. നമ്മൾ അവിടെ നിന്ന് പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ബോട്ട്, നമുക്ക് കാറി കൊണ്ട് ചവിട്ടി പോകുന്ന ബോട്ടുകൾ, നമുക്ക് മണിക്കൂർ, 2 മണിക്കൂർ, 1 മണിക്കൂർ ഇതുവഴിക്കും ഈ ഇതിനകത്തൂടെ നമുക്ക് ബോട്ട് തെളിഞ്ഞു പോവാം. അത് കുറച്ച് സമയമാകുമ്പോൾ അത് തിരിച്ചിങ്ങോട്ട് കൊടുക്കേണ്ടതാണ്.